നമ്മളെ അപ്പൊ ഇന്നത്തെ ലുക്ക് ഇവിടെ നമ്മൾ കുറച്ച് സാധനം ഏതായാലും Good morning guys, so welcome back to my channel. Oh my god guys, so ഇന്ന് നമ്മളുടെ റിസപ്ഷൻ ആണ്, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ ആണെന്ന്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് റിസപ്ഷൻ്റെ ഹാളിലാണ്. നമ്മളെ ഹാള് ആർക്കും അറിയില്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഹാളും അവർ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നല്ല അടിപൊളി വേറെ ലെവലിലാണ് ഗൈസ് നമ്മൾ ചെയ്തത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം മൊത്തം സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ആൾക്കാർ വരുന്നതിന് മുമ്പേ നീ കാണിച്ചു തരാം. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ഹാളിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഗൈസ്. അപ്പം ഇതാണ് നമ്മളുടെ എൻട്രൻസ്, മംഗളശ്ശേരി പവലിയൻ ഗൈസ്. സെറ്റ് സ്ഥലമാണ് ഇത്, മൊത്തം നമുക്ക് എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലാക്കണ പേരൊക്കെ ഉണ്ട്, 25-ാം തീയതി വെഡ്ഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാക്കണ നേരെ അങ്ങോട്ട് കയറുക. ഇവിടുന്നേ നമുക്ക് സ്റ്റാർട്ടായിട്ടോ. ഇത് നമ്മളുടെ വർക്കിൻ്റെ ജീപ്പും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. നമ്മൾ സ്റ്റിൽ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റിൻ്റെ ആൾക്കാരോട്ട് പോയത്. അപ്പോൾ ഇവിടെ ഇതാക്കണ പാർക്കിംഗ് ആണ്. ഈ ഭാഗത്തേക്ക് നമ്മൾ പാർക്കിംഗ് 2 വീലേഴ്സിൻ്റെ പാർക്കിംഗ് ഇങ്ങോട്ടേക്കാണ്. പിന്നെ നമുക്ക് അധികം വരുന്നത് അവിടെ ഫുൾ ലൈറ്റ്സ് ആട്ടോ. നൈറ്റാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക, മൊത്തം ലൈറ്റുകളാണ് തൂക്കിയിട്ടിട്ടുണ്ട്. ഗസ്റ്റൊക്കെ ഒരു 5-5:30 ആകുമ്പോഴാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും വരിക. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് കോസ്റ്റ്യൂം മാറ്റുന്നത്. എനിക്കിവിടെ റൂമുണ്ട്, അപ്പം ഈ ഒരു റൂമിൽ നിന്നാണ് മാറ്റുന്നത്. ഇതൊരു സംഭവം മൊത്തം ഒരു റിസോർട്ട് ടൈപ്പുള്ളൊരു സ്ഥലമാണ് ഗൈസ്. ഓക്കെ, ഇതും പാർക്കിംഗ് ആണ്. എൻ്റെ കാറ് ഞാൻ എന്താക്കണം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് നമ്മളുടെ കാറ് വന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതാക്കണം നമ്മളെ കാറ് ഏകദേശം ഇവിടെ നിൽക്കും. അതാണ് നമ്മളുടെ എൻട്രൻസ്, മംഗളശ്ശേരി പവലിയൻ എന്ന് പറഞ്ഞിട്ട് ഇതാക്കണം. കുറച്ച് ഒരു ഡെക്കറേഷൻ ചെയ്യാനുള്ള സ്പോട്ട് ഇവിടെ ഉണ്ട്, കണ്ടോ. ഓ മൈ ഗാഡ്, ഇതാണ് നമ്മളുടെ ഹാളിൻ്റെ എൻട്രി. ഓ ലുക്ക് അറ്റ് ദിസ്, ലുക്ക് അറ്റ് ദിസ്, ഹൂ ഈസ് ദിസ്? ഏതാലേ സെറ്റ് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, 2 ഫോട്ടോസ്. ഇതൊന്നും നമുക്ക് കുറച്ച് ഞാൻ കാണാൻ കഴിയില്ല. ഫ്ലവേഴ്സ് വരെ ഇവിടെ വരുന്ന ആൾക്കാർ പറിച്ചുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും കാണിച്ചിരുന്നത്. എന്നിട്ട് ഇതാണ് നമ്മളുടെ ഹാള്, കണ്ടോ. ഓ യാ ഗൈസ്, യുപ്പ്, നല്ല ഗ്രാൻഡുള്ള ഹാളാണ്. ഇതിവിടെ കുറച്ച് ടേബിൾസും ഒക്കെ വരും, അതൊക്കെ അവർ ഡെക്കോർ ചെയ്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ അതിന് മുമ്പുള്ള ഒരു ഷോട്ടാണ് കാണിച്ചിരുന്നത്. ഓ മൈ ഗോഡ്, ഇവിടെ ഇപ്പം കറൻലി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി നടക്കുമ്പം തന്നെ എന്നൊക്കെയത് കാണിച്ചു തരാൻ വന്നതാണ്. കറൻലി ഇപ്പം ഇവിടുത്തെ ആളുടെ സിറ്റുവേഷൻ കാണിച്ചു തരാം, കണ്ടോ. ഇതാണ് നമ്മളുടെ സ്റ്റേജ് വരുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വേറെ സ്ഥലത്ത് കണ്ടിരുന്നു. അപ്പോൾ ആ ഡിസൈൻ തന്നെ ചെയ്യാൻ വേണ്ടി കുറേ നോക്കി. പക്ഷേ ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനമാക്കി മാറ്റി. ഓക്കെ, ഏറ്റവും ലാസ്റ്റോടെ ഒരു DJ ഫ്ലോർ വരും കേട്ടോ. അതുകൂടി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ റെഡി ആവാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡീക്കോറും കാര്യങ്ങളൊക്കെ ബെഡ് വിങ്സിനാണ് നമ്മൾ അന്ന് വീഡിയോ ഇട്ടിരുന്ന് ഇവരെ ഏൽപ്പിക്കുന്നത്. സോ നമ്മൾ ഇവരെ തന്നെയാണ് ഏൽപ്പിച്ചത്. ഇവരെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സോ താങ്ക് യു സോ മച്ച്. ഇവർ ഏകദേശം 11 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താണ്. ഇനി എത്ര മണിയാകും കഴിയാൻ? 5 മണിയാകുമ്പോൾ പരിപാടി. ഓക്കെ, സോ താങ്ക്സ് ടാ. കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക. വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക, കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർ. ഇപ്പം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫുഡിൻ്റെ സെറ്റപ്പ് വരുന്നത്, കണ്ടോ. ഒക്കെ നൈറ്റ് ആകുമ്പോൾ പറയുന്നത് ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ഒന്നും മനസ്സിലാവില്ല, നൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. പിന്നെ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഒരു കായലിൻ്റെ അടുത്താണ്, മംഗലശ്ശേരി പവലിയൻ എന്ന് പറഞ്ഞ സ്ഥലം. സോ അതിൻ്റെ ഒരു ആംബിയൻസ് നമുക്കൊരു 6 മണിയൊക്കെ ആകുമ്പം വേറെ ലെവലിൽ നമുക്ക് കിട്ടും. ഓ, ഞാനൊരു വേർത്ത് കുളിച്ച് കേസ് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓക്കെ, നമ്മളെ വിവാഹത്തെ പയ്യൻ വന്നില്ലല്ലേ, തൗഫി? ഇല്ലല്ലേ, നമ്മൾ ഈ കംപ്ലീറ്റ് ഡേക്കറാ കിടന്ന നമ്മൾ ഈ ഫുഡിൻ്റെ അങ്ങനത്തെ കാറ്ററിങ് സാധനങ്ങളൊക്കെ നമ്മൾ വിവാഹ എന്ന് പറഞ്ഞ ടീമിനെ ഏൽപ്പിച്ചു. ഇവരൊക്കെ കോൺടാക്ട് നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവരെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കാം, അവരുടെ പേജ് നോക്കാം, സപ്പോർട്ട് ചെയ്യാം ഗൈസ്. പിന്നെ ഇതാക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇല്ലേ നിങ്ങളിപ്പോൾ ഈ കാണുന്നൊക്കെ ഇവിടെ ഈ ഹാളിൽ ഉള്ള സാധനങ്ങൾ, അതൊന്നും നമ്മൾ ഡീക്കോർ ചെയ്ത സാധനങ്ങളല്ല കേട്ടോ. അതൊക്കെ നമ്മളെ മംഗലശ്ശേരി ഹാളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. സൈക്കിൾ കണ്ടില്ലേ, വേറെ ലുക്കാണ്. മൊത്തത്തിലൊരു ക്യൂട്ട് ഒരു റിസോർട്ട് ടൈപ്പ് സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ റിസോർട്ട് എന്നൊരു വിവാഹമൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഒന്നും നോക്കണ്ട, കൺഫേം ആണ്. വേറെ ലെവൽ സാധനം കണ്ടില്ലേ, എല്ലാം ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ എക്സ്ട്രാ ചെയ്തല്ലേ, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇത് മൊത്തം ലൈറ്റാണ്, അവിടം വരെ ലൈറ്റാണ്. നിങ്ങൾ രാത്രി മനസ്സിലാവില്ലേ, രാത്രി മനസ്സിലാവും സംഭവം എന്താന്ന്. നമ്മളെ ഗസ്റ്റൊക്കെ വന്ന് അവർക്ക് ബോറടിക്കാണ്ടിരിക്കാൻ ഒരു ഊഞ്ഞാല നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്.
ഇതിവിടെ ഉള്ളതാണ്. പ്ലെയിൻ ഇടക്കിടക്ക് പോകും, അതുകൊണ്ട് വേറെ വേണ്ടല്ലേ. കുട്ടികളല്ലേ, സെറ്റല്ലേ? ഇതിലും ഫ്ലവേഴ്സൊക്കെ ചെയ്ത് വരുന്ന സെറ്റ് ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ വിഷയം ഒന്നും പറയാനില്ല, വിഷയം. പിന്നെ അവിടെയൊക്കെ ഉണ്ട്, എല്ലാം എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ആളിൻ്റെ കാര്യങ്ങൾ. കാര്യം കൂടി കാണിച്ചു തരാം. ഒക്കെ സെറ്റാണ്. ഒരുപാട് ഫോട്ടോ ചെയ്യുന്നത് ഇവിടെ. എന്താ പറയുക, ഫോട്ടോ ഞങ്ങൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്, ഫോട്ടോഷൂട്ട് ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. കാരണം വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോ? ഓ മൈ ഗോഡ്, ആഹാ, ഇതാണ് സെറ്റപ്പ്. കണ്ടോ? വേറെ മൂടാണ്, സീൻസാണ്. ഓ എനിക്കിത് ഈ കൊതിയാണ് കണ്ടിട്ട്. ഇവിടെ നിന്നൊക്കെ നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫർ ഇപ്പം വരും. സോ ഫോട്ടോഗ്രാഫർ വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഫോട്ടോസും ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ. പിന്നെ അതൊക്കെ ആ റൂമിൽ നിന്നാണ് നമ്മൾ മാറ്റുക. ഇവിടെ 2 റൂമുണ്ട്. സോ നമ്മൾ അവിടെ നിന്നാണ് മാറ്റുന്നത്. പിന്നെ നമുക്കിതാ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. കണ്ടോ? ഇവിടെയും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടുന്ന് കയറുന്നൊരു അടിപൊളി സാധനം എടുക്കാം, അടിപൊളി. പിന്നെ എന്താ, ഒരു മിനി സ്റ്റേജ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് വേറെ മൂഡായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ റണ്ണിങ് ആണ്. അപ്പോൾ ഞാനിനി നേരെ റൂമിൽ പോട്ടെ, ഫ്രഷ് ആവട്ടെ. നമ്മൾ ഈ എന്താ പറയുക, ഈ ഹാളിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് 2 റൂംസ്. ഇതാണ് റൂമിൻ്റെ ഇൻസൈഡ്. കണ്ടോ? ഓക്കെ, അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഇതാ നേരെ പോയിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതേമാതിരി റൂം അപ്പുറത്തും ഉണ്ട്. ഓ മൈ ഗോഡ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ കാറ്ററിങ്ങിൻ്റെ പരിപാടി ഇല്ലേ, ആ സെറ്റപ്പ് മൊത്തം നമ്മുടെ വിവാഹൻ ടീമാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരുപാട് അങ്ങനത്തെ എല്ലാ ടൈപ്പ് സെറ്റപ്പുകളുണ്ട്. അപ്പം ഡു കോണ്ടാക്ട്. പിന്നെ ഇവരുടെ ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക വീഡിയോയിൽ. ഇവൻ കുറേ തള്ളിയിട്ടുണ്ട്, ആ തള്ളലൊക്കെ അതിലുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എക്സ്ട്രാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ നോക്കുക. ഈ നൈറ്റ് ആയാലും അറിയാം. അതെ, നൈറ്റ് ആയാലും അറിയാം ഇവിടെ എന്താണെന്ന് നടക്കാൻ പോകുന്നത്. മൂടായിരിക്കും. സോ എന്തായാലും ചെക്ക് ചെയ്യുക. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴ്ത്തി കൊടുക്കുക. അപ്പം ഫുഡ് കൗണ്ടേഴ്സും എല്ലാ സംഭവം ആ ഏരിയ മൊത്തം എൻ്റെ കയ്യിലാട്ടോ. പൊളിക്കും നമ്മളിന്ന്, ഉറപ്പായിട്ടും. ഉഷാറല്ലേ? ഇവിടെ തന്നെ ഇതാക്കണ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളം എല്ലാം സെറ്റാണ് ഗൈസ്, ഒന്നും നോക്കാനില്ല. ദിസ് ഇസ് ഗോണ ബി ആൻ അമേസിങ് തിങ്. നമുക്ക് ഹാളിന്റെ ടീം തന്നെ ഇതാക്കണ ബൊക്കാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അൽഫീന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായിരുന്നു പേര്? 3 ദിവസത്തെ പരിപാടിയും ജയശ്രീ ശ്രുതി മിടുക്കിയില്ലേ? ആ ശ്രുതി. എന്താണ് ചാനലിന്റെ പേര്? ഇൻസ്റ്റന്റ് മിടുക്കി എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പറവൂരുള്ളതാണ്. സോ അവരാണ് എനിക്ക് ഇന്നലെ ചെയ്ത ഹെയർ ഇല്ലായിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് സീരിയസ്ലി നല്ല സീൻസ് ആയിരുന്നു. അത് കുറെ നേരം ലോങ് ആയിട്ടും ചെയ്ത് അടിപൊളിയായിരുന്നു. സോ അത് നീ അനുഭവിക്കണം. ഓക്കെ, സോ ഗ്രൂംസിന്റെ എന്റെ മേക്കപ്പിന്റെ ആള് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്ലൂംസ് മേക്കേഴ്സ് അല്ലേ? അപ്പൊ നമ്മൾ ഇതാക്കണ റിസപ്ഷന്റെ ലുക്ക് ഓൾമോസ്റ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. താടിയൊക്കെ ചെക്ക് ഇങ്ങനെ വളച്ചിട്ട് വയനാട് ചുരം മാതിരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ ബ്ലൂംസ് മേക്ക് ഓവർ ആണ് നമ്മൾ ചെയ്യുന്നത്. ലിങ്ക് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ലുക്ക് വരനായിരുന്നു, ഇന്നത്തെ ലുക്ക് വരനാണ്. ഓ മൈ ഗോഡ്, ഇന്ന് നമ്മൾ ഹാളിൽ തന്നെ കേട്ടോ ചെയ്യുന്നതെല്ലാം. സോ ടാറ്റ കൊടുക്കൂ പുള്ളിക്ക്. ഞങ്ങൾ കറങ്ങി ഇതാക്കണ അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം? വേറെ ലെവലാണ്. നോക്കിയാൽ വർക്കൊക്കെ നോക്കിയാൽ വേറെ ലെവലിലാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഹെയറും കാര്യങ്ങളും നോക്കിയാൽ താടിയൊക്കെ ഇങ്ങനെ റാ പോലൊക്കെ വരച്ച് തന്നിട്ടുണ്ട്. സോ ഇവര് പോവാ, നിങ്ങൾ കല്യാണത്തിന് വരില്ലേ? സെറ്റാണ്. മേക്ക് ഓവർ അടിപൊളിയാട്ടോ, ബ്ലൂംസ് മേക്ക് ഓവർ അല്ലേ? സോ താങ്ക് യു സോ മച്ച്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മ പൊളിക്കാം. കല്യാണത്തിന് ലേറ്റ് ആയാലും വാ. ഓക്കെ, പൊളിക്കാം. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പെണ്ണിനെ കാണിച്ചുതരാം. അങ്ങനെ ഫൈനലി നമ്മളുടെ റിസപ്ഷൻ. എന്താണ് റിസപ്ഷൻ ഗൈസ്. സോ ഇന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഞാൻ കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്ന ആളുണ്ട്. സോ ഞങ്ങളിത് റെഡി ആയി നിൽക്കി. എല്ലാം കണ്ടില്ല, കോസ്റ്റ്യൂംസ് നോക്കിയാൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ? എവറിത്തിങ് ജസ്റ്റ് ഡോപ്പ്. ഹാള് എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക്സ്. ഇത് പോസിബിൾ ആക്കി തന്നെ അത് ഒരുപാട് സഹിക്കണം നമ്മളെ. അതുപോലെ തന്നെ എന്റെ കോസ്റ്റ്യൂംസ് റെഡി ആക്കി നമ്മള് സ്വന്തം
ഇനാമൽ. എൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും ഇനാമൽ കണ്ണൂരാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ കോസ്റ്റ്യൂംസ് നിങ്ങൾ കണ്ടാറിയാം. വാട്ട് എ കോസ്റ്റ്യൂം ഗൈസ്. ഹ്യൂജ് താങ്ക്സ് ടു ഇനാമൽ. അവരാണ് എൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ. ഇനാമൻ അവരാണ്. എല്ലാവരും ലിങ്കും താഴത്ത് കൊടുക്കുക. സോ നമ്മൾ ഇന്ന് ഹാള് വെയിറ്റിംഗ് ആണ്. നേരെ അങ്ങോട്ട് പോയാലേ. ലെറ്റ്സ് അടിച്ച് പോളി ഗൈസ്. The cross